ധനുഷിനെ മോശക്കാരനാക്കിയുള്ള നയൻതാരയുടെ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങളെക്കുറിച്ചുള്ള പല കഥകളും പ്രചരിച്ചു. അതിൽ നടനും യൂട്യൂബറുമായ അന്തനൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ധനുഷും ഭാര്യയും ബന്ധം വേർപിരിഞ്ഞതിന് കാരണം നയൻതാരയാണെന്നും പുതിയ പ്രശ്നങ്ങൾ ഇന്നു തുടങ്ങിയതല്ലെന്നുമാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ അന്തനൻ വ്യക്തമാക്കുന്നത്. ധനുഷും നയൻതാരയും തമ്മിലുള്ളത് ഇപ്പോൾ തുടങ്ങിയതല്ല, നീണ്ട കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വിഘ്നേഷ് ശിവൻ നയൻതാരയുടെ ജീവിതത്തിൽ വന്നത് മുതൽ ധനുഷിന് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാരണം സാധാരണക്കാരനായ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വലിയൊരു നടിയെ വിവാഹം ചെയ്തു എന്നതാണ്. മനുഷ്യരെല്ലാവരും യേശുക്രിസ്തുവും ബുദ്ധനും ഒന്നുമല്ലല്ലോ. ഇത്രയും കാലം തന്നോടടുപ്പത്തിലായിരുന്ന ഒരു നടിയെ പെട്ടെന്ന് ഒരാൾ വന്ന് തട്ടിയെടുത്തതുപോലെയായി. അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവും. മാത്രമല്ല, ധനുഷ് നിർമ്മിച്ച സിനിമയിൽ ഇവർ രണ്ടുപേരും നടന്ന രീതികളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ ആയില്ല. അതിനൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തന്നെ ഒരു അവസരം കൊടുത്തതുപോലെയായി. ഇവരുടെ വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിൽ കൊടുത്ത് വലിയൊരു തുക വാങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ല. ഈ സിനിമയുടെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ധനുഷിനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനു പകരം അദ്ദേഹത്തിൻ്റെ മാനേജറെ ബന്ധപ്പെട്ട് തികച്ചും ഒഫീഷ്യലായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതിലും ധനുഷ് വഴങ്ങാതെ വന്നതോടെ നേരിട്ട് കാണണമെന്ന ആവശ്യമായി. മാനേജറുടെ നിർബന്ധത്തെ തുടർന്ന് ധനുഷ് കാണാമെന്ന് സമ്മതിച്ചു. ഇതോടെ തൻ്റെ ഓഫീസിലേക്ക് വരാനാണ് നയൻതാര പറഞ്ഞത്. ആവശ്യം അവർക്കാണ്. അങ്ങനെയുള്ളപ്പോൾ നടി ധനുഷിനെ കാണാൻ അങ്ങോട്ടാണ് പോകേണ്ടിയിരുന്നത്. അതിനു പകരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നടനെ ചൊടിപ്പിച്ചു. നയൻതാരയും വിഘ്നേഷും വിവാഹിതരായത് തമിഴ് ഇൻഡസ്ട്രിയിലെ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതിന് കാരണം പലരും ആഗ്രഹിച്ചിരുന്ന നയൻതാരയെ സാധാരണക്കാരന് കിട്ടി എന്നതാണ്. പ്രഭുദേവയും സിംബുവും മാത്രമല്ല, നടൻ ധനുഷിനും നയൻതാരയെ ഇഷ്ടമായിരുന്നു. ഒരു കാലത്ത് ധനുഷ് നയൻതാരയെ സ്നേഹിച്ചിരുന്നു. നയൻതാരയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു. ഇതൊക്കെ പുറം ലോകത്തിനറിയാവുന്ന കാര്യമാണ്. ധനുഷും ഭാര്യ ഐശ്വര്യ രജനീകാന്ത് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം തുടങ്ങിയത് തന്നെ നയൻതാരയുടെ പേരിലാണ്. അതിനുശേഷമാണ് ധനുഷിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നും അന്തനൻ പറയുന്നു.